ഈ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇത് ഒരു ലെയറിൽ ചോക്ലേറ്റും ചെറീസും പിന്നെ ഒരു ലെയറിൽ നട്ട്സും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റും ഒക്കെ ചേർത്ത് കുറച്ച് റിച്ച് ആയിട്ട് ചെയ്ത കേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാ നോർമൽ കേക്ക് ക്രീം കോട്ട് ചെയ്ത് അത് മോൾ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത ശേഷം ഞാനൊരു പേപ്പർ പ്രിൻറ്റിൽ ഐ ലവ് യു ദിലു എന്ന് പേര് എഴുതിയിട്ടാണ് കേട്ടോ അത് ചെയ്തെടുത്തത്. അതിൻ്റെ മുകളിൽ അതേ ഒരു ലെവലിൽ തന്നെ ഒരു സ്ക്വയറിൽ ഒരു സ്കെയിലിൻ്റെ ഒക്കെ ഒരു രീതിയിൽ പിന്നെ OGP ഷീറ്റും കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ കുറച്ചുകൂടി മുകളിൽ ക്രീമാക്കി കൊടുത്ത് സ്പാച്ചുല ഡിസൈൻ കൊടുത്തതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഫോണ്ടൻറ്റിൻ്റെ ഇതേപോലെയുള്ള ഫ്ലവറും കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത ശേഷമാണ് കേട്ടോ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലീഫ് ഇതേപോലെ തന്നെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കസ്റ്റമർ പറഞ്ഞത് സിമ്പിളായിട്ടുള്ള ഡിസൈൻ മതി, ഏതാണ് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ ഇഷ്ടത്തിന് ചെയ്താണ് കേട്ടോ. അപ്പോൾ അത് ഭാര്യ ഭർത്താവിന് കൊടുക്കണ സർപ്രൈസായിട്ട് കൊടുക്കണ കേക്കാറുണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റാക്കിയത്. സത്യത്തിൽ ഈ കേക്ക് കിട്ടിയ സമയത്ത് ഞാൻ എന്താണ് പേര് എഴുതേണ്ടതെന്ന് ഓരോരോ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞതിന്. അപ്പോൾ ദിലു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പെൺകുട്ടികളെ കേക്കാണ് വിചാരിച്ചാൽ ആ ഒരു തീമിൽ ചെയ്യാന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ ദിലേഷാണ് പേര്, ദിലു എന്ന് ഒരു ഹസ്ബൻഡിൻ്റെ പേരാണ്, ഹസ്ബൻഡിന് കൊടുക്കാനുള്ള കേക്കാണ് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഈ രീതി സെറ്റാക്കിയതാണ് കേട്ടോ. ഹസ്ബൻഡിനൊക്കെ ആകുമ്പോൾ ഒരു സർപ്രൈസായിട്ട് ഭാര്യ കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമായിക്കോളും എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ സെറ്റാക്കിയത്. അപ്പം ഞാൻ ഈ ടോപ്പർ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിക്ക് അടിയിൽ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ സെറ്റാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു മുന്നേ ഒരു കേക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പർ മാത്രം വെച്ച് കൊടുത്തപ്പോൾ അങ്ങനെ ചെരിഞ്ഞ പോലെ നിന്നിന് കേട്ടോ. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നിന്നും ചെയ്തിട്ടോ. അപ്പോൾ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പം ഞാനിതിൽ ഫോണ്ടൻ്റൊക്കെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഫോണ്ടൻ്റ് ഫ്ലവർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത ശേഷം ഓവനൊന്ന് ഓണാക്കി പിന്നെ കുറച്ച് സമയം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഓഫാക്കിയിട്ട് അതിനൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേറ്റാണ് ഈ ടോപ്പറും ഈ ഹാർട്ട് ഷേപ്പൊക്കെ വെച്ച് കൊടുത്തത് കേട്ടോ. ബേക്കിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. പക്ഷേ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.